Hi, welcome back to ayurdisha. I am Dr. Nivitha and Paul. In this video, Ashokam അല്ലെങ്കിൽ Ashoka തെറ്റി യൂസ് ചെയ്തിട്ടൊരു പ്രിപ്പറേഷൻ ആണ്. So let's start. അശോകം എന്ന് പറഞ്ഞ വാക്കിന് ശോകോ അസ്മാത് ശോകനാശനം, അതായത് രോഗിക്ക് വേദന കുറയ്ക്കാനും അതുപോലെ രോഗശമനം കൊടുക്കുന്നതുമായ ഒരു ഔഷധമാണ് അശോകം. വേദനാസ്ഥാപന വർഗത്തിലാണ് ചരക സംഹിതയിൽ അശോകം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കഫപിത്ത ശമനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് അശോകം. പ്രമേഹം, ത്വക്ക് രോഗങ്ങൾ, അർശസ് ഇവയിലൊക്കെ അശോകം നല്ലൊരു മരുന്നായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായ അസുഖങ്ങളിലും ഹോർമോണൽ ഇംബാലൻസുകളിലും ഗർഭാശയ ബലത്തിനും ഒരു യൂട്രൈൻ ടോണിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധമാണ് അശോകം. അശോകത്തിൻ്റെ പൂവ് അത് ഉണക്കി പൊടിച്ച് വെള്ളവുമായിട്ട് ചേർത്ത് അരച്ച് രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ കുറയാൻ നല്ലതാണ്. ഒരു 20 ml തൊട്ട് 30 ml വരെ ഇത് കഴിക്കാം. ക്രമം തെറ്റി വരുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ, ആയുർവേദത്തിൽ അതിന് പ്രതരം എന്ന് പറയും, അല്ലെങ്കിൽ മെട്രോറേജിയ, ഇവയിൽ അശോകത്തിൻ്റെ തൊലിയിട്ട് ഉണ്ടാക്കിയ കഷായം കുടിക്കുന്നത് നല്ലതാണ്. അശോകത്തിൻ്റെ പൂവ് ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ ത്വക്ക് രോഗങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അശോകത്തിൻ്റെ തൊലി ഇട്ട് തിളപ്പിച്ച വെള്ളം സ്കിൻ ഇൻഫെക്ഷൻ കണ്ടീഷൻസിൽ കഴുകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ അശോകത്തിൻ്റെ പൂവ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അശോകത്തിൻ്റെ പൂവ് യൂസ് ചെയ്തിട്ടൊരു കുറുക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് വേണ്ടത് അശോകത്തിൻ്റെ പൂവ് അത് നല്ലപോലെ അരച്ച് എടുക്കണം, അരിപ്പൊടി, ശർക്കര, ഏലക്ക, പാല്. ആദ്യം അശോകത്തിൻ്റെ പൂവ് നല്ലപോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ആദ്യം 2 സ്പൂൺ അരിപ്പൊടി, എന്നിട്ട് 2 സ്പൂൺ ശർക്കര, അശോകത്തിൻ്റെ പൂവ് അരച്ചതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് 1 ഗ്ലാസ് പാൽ, എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു ഏലക്ക കൂടി പൊട്ടിച്ചിടണം. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കരിഞ്ഞു പോവാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലപോലെ കുറുകി വരും. ഈ പരുവം ആവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത്. പ്രത്യേകിച്ചും ടീനേജിലുള്ള പെൺകുട്ടികൾക്ക് നല്ലതാണിത് കഴിക്കുന്നത്. അതുപോലെ ആർത്തവവും അതിനോടനുബന്ധിച്ച് വരുന്ന വേദന കുറയ്ക്കാനും ഈ റെസിപ്പി നല്ലതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.